ഹലോ. നമ്മള് ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് തുറക്കാം. അതായത് ഇതിനകത്ത് നമ്മളൊരു ശുദ്ധമായ ആട്ടിയ ഒരു വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. അരമണിക്കൂറിന് ശേഷം ശുദ്ധമായ എണ്ണയാണെങ്കിൽ അത് വൈറ്റ് കളറായി മാറുമെന്നാണ് നമ്മൾ യൂട്യൂബിലും ഇതിലൊക്കെ നമ്മൾ അറിഞ്ഞത്. അപ്പം അത് നമ്മുടെ സുഹൃത്തിൻ്റെ അവൻ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയ എണ്ണയാണ്. നോക്കാം. അതായത് കലർപ്പും മായവുമുള്ള എണ്ണയാണെങ്കിൽ അത് അതേ കളറിലിരിക്കും. പക്ഷേ ശുദ്ധമായ എണ്ണയാണെങ്കിൽ അത് തണുപ്പടിച്ച് കഴിയുമ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ അത് വൈറ്റ് കളറായി മാറുമെന്നാണ് പറഞ്ഞത്. ഐ എം സോറി ടു സേ, അവൻ ശുദ്ധമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇതെന്താ പറ്റിയെന്ന് അറിയില്ല. എനിക്ക് വിഷമമുണ്ട്. കാരണം അവൻ്റെ സംരംഭം ഒന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട് അവൻ സത്യസന്ധനാണോ, അവൻ ചെയ്യുന്നതിൽ ശുദ്ധത ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എന്തു പറയാനാണ്, ഐ ആം റിയലി സോറി. അത് വൈറ്റ് കളറായിരിക്കുകയാണ്. ശരിക്കും സത്യസന്ധമായ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇത്. SJ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട്, ഇത് പാലക്കാട്, ഇത് വലിയൊരു ഫാക്ടറിയോ ഒന്നുമല്ല, ഇത് ചെറിയൊരു സംരംഭം. പുള്ളിക്കാരൻ എൻ്റെ ഇവിടെ മാനേജറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കുറേ നാൾ ബിസിനസ് ഫീൽഡ് അല്ലാതെ മെക്കാനിക്കൽ സൈഡിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അവൻ കുറച്ച് മാറി നിന്നിട്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സംരംഭമാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ്. അവൻ ഓരോന്ന് പറയുമ്പോഴും നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാരണം അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണത്. നമ്മളത്രയും കോൺഫിഡൻ്റ് ആണെങ്കിലും അവൻ അത്ര കോൺഫിഡൻ്റ് ആണ് ഇതിൻ്റെ ക്വാളിറ്റിയിൽ. കാരണം ഇതിൻ്റെ മുതലാളി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മെഷീനിലൂടെ ഇത് എണ്ണയായി വരുന്ന കാര്യങ്ങൾ വരെ അവൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒരു ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യം. ഇപ്പോൾ ശുദ്ധമായ സാധനങ്ങൾ കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം 500-ഉം അതിന് മുകളിലും റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക്. ആ സമയത്താണ് 500-ൽ താഴെയുള്ള തുകയ്ക്ക് ഗുഡ് പ്രോഡക്റ്റ്. ശരിക്കും